പറയാൻ പോകുന്നത് എൻ്റെ മോളുടെ വീടിൻ്റെ വിശേഷമാണ് കേട്ടോ. വീട് കാണിച്ചു തരാം. ഇത് പാസേജാണ്. ഞങ്ങൾ ഷാർജയിലാണ് താമസിച്ചിരുന്നത്. ഷാർജയിൽ നിന്ന് ഞങ്ങളിപ്പം ദുബായിലേക്ക് മാറി. ഞാനിപ്പോൾ കേരളത്തിലില്ല, ദുബായിലാണുള്ളത്. കാരണം അവർക്ക് ട്രാഫിക് ബ്ലോക്ക് കാരണം യാത്രാ സൗകര്യം ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് രണ്ടുപേർക്കും പോയി വരാനായിട്ട്. രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്. ഇത് അവൾ വരച്ച് വെച്ചേക്കുന്ന ഒരു ആർട്ടാണ്. ഇതും അതെ. ചെടിയുണ്ട് ഇഷ്ടം പോലെ. അത് വീടിനകത്തൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ തന്നെ ഡോറ് തുറന്ന് ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ കിച്ചണും അത്യാവശ്യം നല്ല സൗകര്യമുള്ളതാണ്. അതിനകത്ത് വാഷിംഗ് മെഷീനും നമുക്ക് കുടിവെള്ളം ഇവിടെ ബോട്ടിലല്ലേ കിട്ടണേ. ആ വെള്ളം വെക്കാനുള്ള സൗകര്യം, വാഷിംഗ് മെഷീൻ വെക്കാനുള്ളത്, ഫ്രിഡ്ജ് വെക്കാനുള്ളത്, ഒരു ചെറിയ അലമാരയുണ്ട് ഇവിടെ, അത് വെക്കാനുള്ളത് ഒക്കെ ആയിട്ട് കുറച്ച്. സാധാരണ ദുബായിലൊക്കെ കിച്ചൺ ഇത്രയും വലിപ്പം ഉണ്ടാകാറില്ല. ഇത് ഭാഗ്യത്തിന് നല്ല വലിപ്പമുള്ളൊരു കിച്ചണാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. അത് കാരണം ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം നമുക്ക് ഒതുക്കി കയറ്റാൻ പറ്റും. പിന്നെ 2 ബെഡ്റൂമാണ് ഇതിനുള്ളത്. 2 ബെഡ്റൂമിൽ ഒരെണ്ണം ബാത്റൂം അറ്റാച്ച്ഡും ഒരെണ്ണം കോമൺ ബാത്റൂമും. അങ്ങനെ ഹോളാണെന്നുണ്ടെങ്കിലും കുറച്ച് മുഴുത്ത ഹോളാണ്. അതിൽ ഡൈനിങ് ഏരിയയും സിറ്റിങ്ങും ഒക്കെ വേർതിരിക്കാനില്ല, എല്ലാം കൂടി ഒന്നിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെയും എൻ്റെ മകളുടെ ചിത്രങ്ങളും ഉണ്ടാകും, അവളുടെ ചെടികളും ഉണ്ട്. അവൾ വർഷങ്ങളായിട്ട് പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വരുന്ന ചെടി. ബാൽക്കണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, ബാൽക്കണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. നന്നായിട്ട് നല്ല എന്താ പറയുക, ഒരു മനസ്സ് പീസാകുന്ന രീതിയിലുള്ളൊരു വ്യൂ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്കും നേരെ കാണുന്നതൊരു ബെഡ്റൂമാണ്. ഇത് എൻ്റെ കുഞ്ഞുമക്കൾക്കും എൻ്റെ മോൾക്കും കിട്ടിയ കുറേയേറെ സർട്ടിഫിക്കറ്റുകളാണ്. എൻ്റെ മോൾ നേഴ്സാണ്, നേഴ്സിംഗ് ഇൻചാർജാണ്. ഇതാണ് ആ ബെഡ്റൂം. അതിൻ്റെ ബാത്റൂമാണ് ഫ്രണ്ടിൽ കാണുന്നത്. അകത്തേക്ക് കയറുമ്പോൾ നല്ല വീതി വിസ്തീർണമുള്ള മുഴുത്ത റൂമാണ്. വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. അത് കാരണം നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒതുക്കി വയ്ക്കാൻ പറ്റും. ഇതിൻ്റെയും ജനലിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാഴ്ച കാണാൻ പറ്റും. നന്നായിട്ട് നല്ല എൻജോയ്മെൻ്റായിട്ട് ആൾക്കാർ പോകുന്നതും വണ്ടിയും ഒക്കെ ആയിട്ട്. ഇത് 2ാമത്തെ ബെഡ്റൂമാണ്. ഇവിടെയാണ് ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും കൂടി കിടക്കുന്നത്. പ്രസ്സിങ് ടേബിൾ വയ്ക്കാനായിട്ട് പ്രത്യേകം സ്ഥലമില്ലാത്ത കാരണം ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ജനലിൽ നിന്ന് നോക്കിയാലും നല്ലൊരു കാഴ്ച കാണാൻ പറ്റും. നല്ല രസകരം, നല്ല ഭംഗിയായിട്ട് ഉള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ.